നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. പാലക്കാട് മറ്റന്നാൾ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. തിരഞ്ഞെടുപ്പാവേശം വാനോളമുയർത്തി പാലക്കാട്ടെ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പാലക്കാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സന്ദീപ് വാര്യരും രമേശ് പിഷാരടിയും അണിനിരന്നു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനു വേണ്ടി MB രാജേഷും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും ഇന്ന് കളത്തിലിറങ്ങി. പ്രഖ്യാപനം വന്ന അന്ന് മുതൽ രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഒരു മൾട്ടിസ്റ്റാർ സിനിമയുടെ കഥ പോലെ സർപ്രൈസുകളും ട്വിസ്റ്റുകളും തുടരെ വന്നു. 27 ദിവസത്തെ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വരെയും പ്രകടമായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായ സരിനെ കളം മാറ്റി സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം ആദ്യ സർപ്രൈസ് ഒരുക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കിയ UDFന് വെല്ലുവിളിയായി. കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിള്ളലുണ്ടാക്കി എതിരാളിയെ പ്രഖ്യാപിച്ചത് മുതൽക്കൂട്ടാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ കള്ളപ്പണം വിതരണം ചെയ്തുവെന്ന ആരോപണവും LDF പ്രധാനപ്പെട്ട പ്രചാരണായുധമാക്കി. സരിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസിലെ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ ഇടതുപാളയത്തിലെത്തിക്കാനായതും രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. മന്ത്രി MB രാജേഷും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമാണ് പി സരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന വാദത്തെ തള്ളുന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് കലാശക്കൊട്ടിന്റെ അവസാന നിമിഷവും CPIM നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിലിന്റെ രാജിക്ക് പിന്നാലെ ഒഴിവന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീരുമാനിക്കുമ്പോൾ ഇത്രയും മത്സരം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം BJP കോൺഗ്രസ് ഡീലാണെന്ന CPIMന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയ UDFന്റെ ക്യാമ്പയിൻ പിന്നീട് പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചയിലേക്കും വികസന പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനായി എന്നു തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ച സന്ദീപ് വാര്യർ കൊട്ടിക്കലാശമാകുമ്പോഴേക്കും UDF ക്യാമ്പിലേക്ക് എത്തി എന്നത് തന്നെയാണ് UDFന്റെ മറുപടി. ഈ പറയുന്ന പെട്ടിവാദവും ഇരട്ട വോട്ടൊക്കെ ഷാഫി പറമ്പിലെ ജനപ്രീതിയിലും VD സതീഷിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിലും മറികടക്കാൻ കഴിയും എന്നു തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. UDFും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്പം വൈകിയാണ് BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പാലക്കാട്ടുകാർക്ക് പരിചിതനായ C കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതിലൂടെ പ്രചാരണത്തിൽ മറ്റു മുന്നണികൾക്കൊപ്പമെത്താൻ BJPയെ സഹായിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ശോഭാ സുരേന്ദ്രനെയും കൊട്ടിക്കലാശ ദിവസം ഒപ്പം നിർത്തിയായിരുന്നു C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ. തുണ്ടിനും കപ്പിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം പിടിക്കാൻ BJPക്കൊപ്പം RSS കൂടി വീട് വീടാന്തരം കയറിയിറങ്ങിയത് ഗുണം ചെയ്യുമെന്ന് BJPക്ക് അറിയാം. ഒപ്പം പാർട്ടിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് ഉറച്ച പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തില്ലെന്നും BJP കണക്കുകൂട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നിയമസഭയിൽ താമര വിരിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതായിരുന്നു BJPയുടെ ഈ കൊട്ടിക്കലാശം. 27 ദിവസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ അവസാനം. ജനം വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ എല്ലാം കാതോട് കാതോരം. ടീം 24 പാലക്കാട്. പാലക്കാട്ടെ വിവാദ വോട്ടുകൾ പോൾ ചെയ്യാൻ അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര S അറിയിച്ചു. പോൾ ചെയ്യുന്ന വിവാദ വോട്ടുകളെല്ലാം ASD വിഭാഗത്തിൽപ്പെടുത്തി പ്രത്യേകം മാറ്റിവെക്കും. തുടർ നടപടികൾ വോട്ടെടുപ്പിന് ശേഷമെന്നും കളക്ടർ വ്യക്തമാക്കി. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും. മറ്റു റിപ്പോർട്ടിലേക്ക്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിച്ച് CPIM മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും K സുരേന്ദ്രന്റെയും ശബ്ദം ഒന്നുപോലെയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെ ചോദ്യം ചെയ്ത് BJPയും രംഗത്തെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. വിമർശിച്ചത് മതത്തെയോ മതനേതാവിനെയോ അല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരിക്കണമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് VD സതീശന്റെ മറുപടി. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയാചാര്യനെന്നായിരുന്നു K സുരേന്ദ്രന്റെ ചോദ്യം. മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക്. മൂന്നാർ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങിയെന്ന വാർത്ത വരുന്നു. GH റോഡിലൂടെയാണ് കാട്ടുപോത്ത് ടൗണിൽ ഇറങ്ങിയത്. വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ ഓടിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ ടൗണിലേക്ക് കാട്ടുപോത്ത് എത്തിയത്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ ആരെങ്കിലും ആക്രമിക്കുകയോ ചെയ്തിരുന്നോ? വിവരങ്ങൾ എന്താണ്? അക്രമ സ്വഭാവത്തിലേക്ക് കാട്ടുപോത്ത് പോയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ആർക്കും വലിയ പരിക്കൊന്നുമില്ല. പക്ഷേ മൂന്നാർ ടൗണിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങിയതോടുകൂടി തന്നെ വലിയ പരിഭ്രാന്തി ആ പ്രദേശത്തുണ്ടായി. ആളുകൾ വിരണ്ടോടുന്നൊരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 5:30 ഈ കാട്ടുപോത്ത് GH റോഡിലൂടെ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അതിനുശേഷം നാട്ടുകാരും ഒപ്പം ചേർന്ന് ഒച്ച ബഹളവും ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടാണ് കാട്ടുപോത്തിനെ തുരത്തിയിരിക്കുന്നത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക്, തോട്ടം തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം പോലും മൂന്നാറിലുണ്ടായിരുന്നു. ശരി, ആ സാഹചര്യത്തിലാണ് ജനങ്ങൾ അത്തരം ഒരു ആശങ്ക ഇപ്പോഴും പങ്കുവെക്കുന്നത്. വീണ്ടും അത് ടൗണിലേക്ക് എത്തുമോ എന്നൊരു ഭീതി അവർക്കുണ്ട്. അത് വ്യക്തമായി അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകിയ വിവരം. മറ്റൊരു വാർത്ത കൂടി വരുന്നു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരുക്ക്. കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത്. ഹരീഷിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീം നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരൂരിൽ നിന്നും. സമീർ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. പ്രജിൻ, ഇന്ന് വൈകുന്നേരം 4:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തുരത്താൻ വേണ്ടിയാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷും സംഘവും പോകുന്നത്. അതിനിടയിൽ ഈ കാട്ടാനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെ മുളങ്കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ നേരെ വീണ ഹരീഷിന്റെ ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഹരീഷിനെ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രിയിൽ കാട്ടാന വനം ഈ മേഖലയിൽ കൃഷി ഉൾപ്പെടെ നശിപ്പിച്ച് വലിയ നാശം വിതച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനപാലകർ സംഭവ സ്ഥലത്തെത്തുകയും തിരച്ചിൽ നടന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ വനപാലകന്റെ ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.
കോഴിക്കോട് കൊയിലാണ്ടിയിൽ മയക്കുമരുന്ന് പരിശോധനയ്ക്കിടെ പോലീസിന് നേരെ ആക്രമണം. 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സമീർ, എപ്പോഴായിരുന്നു ഈ പരിശോധന? എത്ര പേർ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ? പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പോക്സോ കേസിലെ പ്രതിയെ പിടിക്കാനുള്ള പരിശോധനയിലായിരുന്നു പോലീസ്. ഇതിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതാനും പേരെ കാണുകയും പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. പ്രദേശത്ത് വലിയ രീതിയിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു വിശദമായിട്ടുള്ള പരിശോധന. ആ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിരിക്കുന്നത്. അതിൽ 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. SI ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. SI ജിതേഷ്, അതുപോലെ തന്നെ ഗ്രേഡ് SI അബ്ദുള്ള, അതുപോലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള പ്രവീൺ കുമാർ, സിനുരാജ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അത്തോളി സ്വദേശിയായിട്ടുള്ള നോബിൻ എന്ന 23-കാരനാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതിയുടെ കൂട്ടാളികൾക്കായി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. സിനുരാജിന്റെ നെഞ്ചിലും അതുപോലെ തന്നെ കഴുത്തിലും വലിയ രീതിയിലുള്ള ഇടി ഏറ്റിട്ടുണ്ട്. അതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേരും ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രജിൻ. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാരുമായി സഹകരണ മേഖലയിലെ സഹകരണം അവസാനിപ്പിച്ച് പ്രതിപക്ഷം. നാളെ നടക്കുന്ന ജില്ലാ താലൂക്ക് തല സഹകരണ വാരാഘോഷത്തിന്റെ സമാപന പരിപാടികളിൽ UDFന്റെ പ്രതിനിധികൾ പങ്കെടുക്കില്ല. സഹകരണ മേഖലയിൽ സർക്കാരുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ തീരുമാനം. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു. ഇപ്പോൾ VD സതീശൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു നേരത്തെ, സഹകരിക്കില്ല എന്ന രീതിയിൽ. ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് UDF ഒന്നടങ്കം എത്തുന്നു. പ്രതിപക്ഷം ഇനി ഈ സഹകരണ മേഖലയിലേക്കുള്ള ഒരു സഹകരണത്തിനും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം? വിവരങ്ങൾ. അതായത് ഇടതുപക്ഷം സഹകരണ മേഖലയിൽ നടത്തുന്ന അനധികൃതമായ ഇടപെടലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സഹകരണ മേഖലയിൽ സഹകരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഴിക്കോട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇതായിക്കൊണ്ട് പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും നാളെ നടക്കുന്ന ജില്ലാ താലൂക്ക് തല സഹകരണ വാരാഘോഷത്തിന്റെ സമാപന പരിപാടികളിൽ UDF പ്രതിനിധികൾ പങ്കെടുക്കില്ല. ഒപ്പം തന്നെ തിരൂരിൽ നടക്കുന്ന സംസ്ഥാനതല സഹകരണ വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിലും UDF വിട്ടുനിൽക്കും. ഡിസംബർ 3-നാണ് സംസ്ഥാനതല ഈ സഹകരണ വാരാഘോഷം തിരൂരിൽ സംഘടിപ്പിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും സഹകരണ മേഖലയിൽ ഇടതുപക്ഷവുമായും സർക്കാരുമായും സഹകരിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും പരിപാടികൾക്കും ഇല്ല എന്നൊരു നിലപാടാണ് നിലവിൽ UDF തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ ഈ വിഷയം ബന്ധപ്പെട്ട ആളുകൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും നടന്ന റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപ കണ്ടെടുത്തുവെന്ന് ED പറയുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും പിടിച്ചെടുത്തു. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. റഹീസ്, ഇപ്പോൾ നേരത്തെ 2 ദിവസം മുൻപ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കിൽപ്പെടാത്ത നിരവധി പണം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഇടപാടുകളും അനധികൃതമായി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി എന്നുകൂടി പറയുന്നു. വിവരങ്ങൾ. പ്രജിൻ, കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തെ വ്യാപക റെയ്ഡാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും 6 സംസ്ഥാനങ്ങളിലെ 22 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് 10-ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. സാന്റിയാഗോ മാർട്ടിന്റെ മരുമകന്റെ വീട്ടിലും നേരിട്ട് 2 ദിവസം ED റെയ്ഡ് നടത്തി. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപയാണ് കണ്ടെടുത്തത് എന്ന് ഇപ്പോൾ ED പറയുന്നു. ഒപ്പം തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മുംബൈ, ദുബായ്, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ നിക്ഷേപത്തിന്റെ രേഖകൾ കണ്ടെത്തി. 6.42 കോടിയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചു തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് അദ്ദേഹത്തിന്റെ കമ്പനി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്ന് പറയുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഏറ്റവും ഉയർന്നു കേട്ട ഒരു കമ്പനിയുടെ പേരാണ് ഈ ഫ്യൂച്ചർ ഗെയിംസ്. അത് നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തി എന്നുള്ളൊരു ഗുരുതരമായ വിവരം കൂടി EDയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാൻ ലോട്ടറി സമ്മാനം ഉപയോഗിച്ചു. ഒപ്പം തന്നെ വൻ തുക സമ്മാനം നേടിയ ടിക്കറ്റുകൾ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചു. ഇതുവഴി ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കി തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ രീതിയിൽ ED ആ റെയ്ഡിന് ശേഷമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.
പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മരിച്ച അമ്മുവിന്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം പോത്തൻകോട് ആയൂരുപ്പാറയിലെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴിയെടുക്കുന്നത്. അഖിൽ ഷാ അൻസാർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അഖിൽ ഷാ, ഇപ്പോഴും ഈ മൊഴിയെടുപ്പ് തുടരുകയാണോ? എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഈ അമ്മയുടെ ഈ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താനായി തീരുമാനിച്ചത്. വൈകിട്ടോടുകൂടി ഇവിടെ എത്തുകയും മൊഴിയെടുക്കുന്ന നടപടികൾ തുടങ്ങുകയും ചെയ്തു. നിലവിൽ ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. നമുക്കറിയുന്നത് പോലെ തന്നെ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാമോ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കുട്ടി വീട്ടിലെത്തി പറഞ്ഞിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണത്തിന്റെ പരിഗണനയിൽ എടുക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ശേഖരിക്കാൻ, ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ശേഖരിക്കാൻ, മറ്റേതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെയും ഭാഗത്തു നിന്ന് ശേഖരിക്കാനുള്ള നടപടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ സംവിധാനത്തിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന് പിന്നിൽ വ്യക്തി താൽപര്യമുണ്ടെന്ന് സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ. സന്ദീപ് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. BJP ക്യാമ്പ് വിട്ടതോടെ സന്ദീപിന്റെ തേജസ്സും ഓജസ്സും നഷ്ടപ്പെട്ടു. സന്ദീപ് വാര്യരുടെ PFI ബന്ധം പരിശോധിക്കപ്പെടേണ്ടതാണെന്നും സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ പറഞ്ഞു. ഇദ്ദേഹത്തിനെ ഇന്ന് കോൺഗ്രസ് പിടിച്ചുകൂടെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം എല്ലും തോലുമായി നിന്ന ഒരു വ്യക്തിക്ക് ഇത്രയും തേജസ്സും ഓജസ്സും ശരീരവും രാഷ്ട്രീയപരമായിട്ട് കൊടുത്തത് സംഘപരിവാർ പ്രസ്ഥാനം അല്ലെന്ന് ആർക്കാ തള്ളിപ്പറയാൻ പറ്റുക? പക്ഷെ അദ്ദേഹം ഇപ്പൊ ചെയ്തത്, ഇങ്ങനെ ഒരു നേതാവിനെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് സേഫ് ആണോ അല്ലയോ? ഇദ്ദേഹത്തിന്റെ PFI ഇൻവോൾവ്മെന്റ് എന്താണെന്ന് നമുക്കറിയണം. BJP പാർട്ടിക്കകത്ത് IT സെല്ല് കൺട്രോൾ ചെയ്തിരുന്നത് സന്ദീപിന്റെ ആൾക്കാർ. PFIയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്താണെന്ന് ഇപ്പം K. സുരേന്ദ്രൻ അദ്ദേഹം പറയുന്നത് ചുമ്മാതല്ല. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു. ഇനി എൻകൗണ്ടർ പ്രൈം കാണാം. KR ഗോപികൃഷ്ണൻ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.